ഈ പ്രോഗ്രാമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഒരു സംഖ്യ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു പ്രോഗ്രാമാണ്. സോ പ്രൈം നമ്പറിനെ നമുക്ക് മലയാളത്തിൽ അഭാജ്യ സംഖ്യ എന്ന് പറയാം. സോ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ഒരു സംഖ്യയുടെ ഘടകങ്ങൾ ആ സംഖ്യയും ഒന്നും മാത്രമാണെങ്കിൽ നമുക്ക് അത്തരം സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയാം. ഉദാഹരണമായി നമ്മൾ 2 എടുക്കുകയാണെങ്കിൽ 2നെ നമുക്ക് 1 കൊണ്ടും അതുപോലെ 2 കൊണ്ടും പൂർണ്ണമായും ഹരിക്കാവുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 2 ഒരു പ്രൈം നമ്പറാണ്. അതുപോലെ 3 ആണെങ്കിൽ 3നെ നമുക്ക് 1 കൊണ്ടും 3 കൊണ്ടും ഹരിക്കാം. സോ 3 നമുക്ക് പ്രൈം നമ്പറിന്റെ കൂട്ടത്തിൽപ്പെടുത്താം. സോ നമ്മൾ 4 എന്ന് പറയുന്ന നമ്പർ എടുക്കുകയാണെങ്കിൽ 4 നമുക്ക് 1 കൊണ്ട് ഹരിക്കാം, അതുപോലെ 2 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ടും ഹരിക്കാം. സോ അതുകൊണ്ട് തന്നെ ഇതിന് 3 ഘടകങ്ങൾ വന്നു. അതുകൊണ്ട് തന്നെ ഈ സംഖ്യ എന്ന് പറയുന്നത് ഒരു പ്രൈം നമ്പർ അല്ല. അതുപോലെ നമുക്ക് മറ്റ് പ്രൈം നമ്പറുകൾ 11 ഒരു പ്രൈം നമ്പറാണ്. 11നെ 11 കൊണ്ട് മാത്രമേ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ 7നെ 1 കൊണ്ടും 7 കൊണ്ടും മാത്രമേ പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുകയുള്ളൂ, അതായത് ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത്തരം സംഖ്യകളെ നമുക്ക് എങ്ങനെ C++ പ്രോഗ്രാം ഉപയോഗിച്ച് കണ്ടെത്താവുന്നതാണ്. അതുപോലെ 0, 1 എന്ന് പറയുന്നതും പ്രൈം നമ്പർ അല്ല. സോ നമ്മൾ എൻ്റർ ചെയ്യുന്നത് പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. സോ നമ്മൾ ആദ്യമായി നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു int n. സോ നമ്മളൊരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു cout enter a number. ശേഷം നമ്മളത് n എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം നമ്മൾ മറ്റൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു ബൂളിയൻ വേരിയബിൾ പ്രൈം എന്ന് പറയുന്ന ഒരു വേരിയബിൾ. അതിൻ്റെ കാര്യം നമ്മൾ ആദ്യമായി ട്രൂ സെറ്റ് ചെയ്യുന്നു, ഇനീഷ്യലി ട്രൂ സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്കൊരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യാം. ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്ത ശേഷം ഞാൻ i എന്ന് പറയുന്ന വേരിയബിൾ, ഐൻ്റെ വേരിയബിൾ നമ്മൾ 1 എന്ന് കൊടുക്കുന്നു. ശേഷം i <= നമ്മൾ എൻ്റർ ചെയ്ത സംഖ്യയുടെ പകുതിയാണെന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമുക്കൊരു സംഖ്യയെ ശിഷ്ടമില്ലാതെ ഹരിക്കണമെങ്കിൽ അതിൻ്റെ പകുതി വരെ മാത്രമേ നമുക്ക് ഇഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം വരുന്നത് പിന്നെ ആ ഒരു സംഖ്യ ആയിരിക്കും. സോ അതിനിടയിലുള്ള സംഖ്യയെല്ലാം നമുക്ക് ഡെസിമൽ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ n/2 ഉപയോഗിക്കുന്നു. സോ 10 ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 5 വരെ ഹരിച്ചാൽ മതി. പിന്നെ വരുന്നത് ആ നമ്പർ 10 ആയിരിക്കും. അതിനെ കംപ്ലീറ്റ് ആയി ശിഷ്ടമില്ലാതെ ഹരിക്കാൻ സാധിക്കുന്ന നമ്പർ എന്ന് പറയുന്നത് 5ന് ശേഷം 10 ആയിരിക്കും. സോ നമുക്ക് അതുകൊണ്ട് തന്നെ 5 വരെ ചെക്ക് ചെയ്താൽ മതി. ശേഷം ഞാനിവിടെ അപ്ഡേറ്റ് കൗണ്ടർ അഥവാ ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ കൊടുക്കുന്നു. അതിനുള്ളിൽ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു, if n മോഡുലസ് i. സോ ആദ്യം 1 കൊണ്ട് ഹരിക്കുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു, 3 കൊണ്ട് ഹരിക്കുന്നു. സോ 10 ആണ് നമ്മൾ എൻ്റർ ചെയ്യുന്നതെങ്കിൽ 5 വരെ ഹരിക്കുന്നു. n മോഡുലസ് i = 0 ആണെങ്കിൽ നമ്മൾ പ്രൈം എന്ന് പറയുന്ന ബൂളിയൻ വേരിയബിളിലോട്ട് നമ്മൾ ഫാൾസ് എന്ന് പറയുന്ന വാല്യൂ പാസ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഈ ഒരു സംഖ്യയെ ഹരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സംഖ്യ നമുക്ക് 0 ലഭിക്കുകയാണെങ്കിൽ അതിന് ഒന്നിൽ കൂടുതൽ ആ ഒരു സംഖ്യക്ക് 2ൽ കൂടുതൽ ഘടകങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൈം ഫാൾസ് എന്ന് കൊടുക്കുന്നു. ശേഷം നമ്മൾ നമ്മുടെ പ്രോഗ്രാം ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നു. സോ ഈ ഫോർ ലൂപ്പ് റൺ ആയി കഴിഞ്ഞാൽ നമ്മൾ എൻ്റർ ചെയ്ത സംഖ്യ പ്രൈം ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈം ആണെങ്കിൽ നമ്മുടെ പ്രൈം എന്ന് പറയുന്ന വാല്യൂ ട്രൂ ആയി തന്നെ നിൽക്കും. പ്രൈം അല്ലെങ്കിൽ നമുക്ക് പ്രൈമിലെ വാല്യൂ ഫാൾസ് എന്ന് ലഭിക്കും. സോ ഇനി നമുക്ക് if സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് പ്രൈമിന്റെ വാല്യൂ ചെക്ക് ചെയ്യാം. if പ്രൈം ട്രൂ ആണെങ്കിൽ cout നമുക്ക് പ്രൈം നമ്പർ എന്ന് കൊടുക്കാം, പ്രൈം നമ്പർ. അല്ലെങ്കിൽ അതായത് ഫാൾസ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടുന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം, നോട്ട് എ പ്രൈം നമ്പർ. സേവ് ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ആദ്യമായി ഇവിടെ 0, 1 നമ്മൾ എൻ്റർ ചെയ്യുന്നില്ല. 0, 1 നമ്മൾ പറയുന്നത് പോലെ പ്രൈം നമ്പറിൽ പെട്ടതല്ല. സോ നമ്മൾ 2 എൻ്റർ ചെയ്യുന്നു. സോ നോട്ട് എ പ്രൈം നമ്പർ. സോ നമ്മൾ ചെയ്തതിൽ എന്തോ ഒരു തെറ്റുണ്ട്. സോ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിവിടെ 1 കൊണ്ട് ഹരിക്കേണ്ട ആവശ്യമില്ല. സോ ഐയുടെ വാല്യൂ നമ്മൾ ഇനീഷ്യലി 2 ആക്കി വെക്കാം. കാരണം നമ്മൾ 1ഉം ആ സംഖ്യയും മാത്രമാണ് അതിൻ്റെ ഘടകങ്ങളെങ്കിൽ ആ സംഖ്യ പ്രൈം നമ്പർ ആണെന്നാണ് നമ്മൾ പഠിച്ചത്. സോ നമ്മൾ ആ 1 കൊണ്ടും ആ സംഖ്യ കൊണ്ട് നമുക്ക് ഹരിക്കേണ്ട ആവശ്യമില്ല. അതിനിടയിലുള്ള സംഖ്യകൾ കൊണ്ട് നമുക്ക് ഹരിക്കാം. സോ അതിനിടയിൽ 2 മുതൽ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. സോ നമ്മളിവിടെ 1 കൊടുത്തതുകൊണ്ടാണ് നമുക്ക് എറർ റിസൾട്ട് വന്നത്. സോ ഞാനിവിടെ 2 എന്ന് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു, റൺ ചെയ്യുന്നു. ശേഷം ഞാനിവിടെ 2 എൻ്റർ ചെയ്യുന്നു. 2 എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പ്രൈം നമ്പർ ലഭിക്കുന്നു. സോ അതുപോലെ നമുക്ക് 3 എൻ്റർ ചെയ്ത് നോക്കാം, പ്രൈം നമ്പർ ലഭിക്കുന്നു. നമുക്ക് 10 എൻ്റർ ചെയ്ത് നോക്കാം, നോട്ട് എ പ്രൈം നമ്പർ എന്ന് ലഭിക്കുന്നു, നോട്ട് എ പ്രൈം നമ്പർ. അതുപോലെ നമുക്ക് 11 എൻ്റർ ചെയ്ത് നോക്കാം, 11 ഒരു പ്രൈം നമ്പറായി ലഭിക്കുന്നു. അതുപോലെ നമുക്ക് 7 എൻ്റർ ചെയ്ത് നോക്കാം, 7 പ്രൈം നമ്പറായി ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്കൊരു സംഖ്യ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ C++ പ്രോഗ്രാം ഇതുപോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്.